ആലുവയിലേക്കാണ് നമ്മൾ വരുന്നത്. അവിടെ ടൂറിസ്റ്റ് ബസ്സിൽ ഉരസിയ ഒരു ട്രക്ക് നിർത്താതെ പോയതിന്റെ പേരിൽ ട്രക്ക് ഡ്രൈവർക്കും സഹായിക്കും ക്രൂരമർദ്ദനം. തിരുവല്ലയിൽ നിന്ന് പഴനിയിലേക്ക് തീർത്ഥയാത്ര പോയി മടങ്ങുന്നവരാണ് ബസ്സിലുണ്ടായിരുന്നത്. ട്രക്കിന്റെ ചില്ലും തകർത്തു. ഏറെ നേരം ഗതാഗതവും തടസ്സപ്പെട്ടു. റാംഷാ ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ. റാംഷാ, ഈ തീർത്ഥയാത്ര പോയി മടങ്ങുന്ന വഴിയാണ് ഇങ്ങനെ ഒരു മർദ്ദനം കൂടി നടത്തിയത്. അതും നടു റോഡിലാണ്, തെരുവിലാണ്. ആരാണ് ഈ മർദ്ദിച്ച ആളുകൾ? അതോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ട്രക്കിലെ ഡ്രൈവർക്കും ട്രക്കിലെ സഹായിക്കും മാത്രമല്ല, ആ വഴി ആ സമയം പോയ എല്ലാ ആളുകൾക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയല്ലേ ഈ കൂട്ടർ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ്. പഴനിയിൽ നിന്നും തീർത്ഥയാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്ന ആളുകളാണ് ഈ അക്രമത്തിന് നേതൃത്വം കൊടുത്തത് എന്നതാണ്. ഇന്നലെ രാത്രി 10:30യോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. കളമശ്ശേരി കഴിഞ്ഞ് മുട്ടത്ത് വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. ഈ രണ്ട് വാഹനങ്ങളും ഒരേ ദിശയിൽ സഞ്ചരിക്കുകയായിരുന്നു. ഇതിനിടയിൽ ഈ ബസ്സിനെ ഓവർടേക്ക് ചെയ്യുന്നതിനിടയിൽ ആണ് ഈ ട്രക്ക് ഈ ബസ്സുമായി ഉരസിപ്പോയി എന്ന് മനസ്സിലാകുന്നത്. പിന്നീട് ട്രക്ക് നിർത്താതെ പോയതിനെ തുടർന്ന് ഇവർ പിന്തുടർന്ന് പോവുകയായിരുന്നു. അങ്ങനെ പിന്തുടർന്ന് പോയി ഈ ട്രക്കിനെ തടഞ്ഞു നിർത്തിയിട്ടാണ് ഈ മർദ്ദനം നടത്തുന്നത്. ഈ ട്രക്കിലെ ഡ്രൈവറും അതുപോലെ തന്നെ സഹായിയും, ഇവർ രണ്ടുപേരും രാജസ്ഥാൻ സ്വദേശികളാണ്. ഇവരെ ക്യാബിനകത്ത് കയറി, ഈ ട്രക്കിന്റെ ക്യാബിനകത്ത് കയറി മർദ്ദിക്കുകയും ട്രക്കിന്റെ ഗ്ലാസ് അടിച്ചു പൊളിക്കുകയും ഒക്കെ ചെയ്തു എന്നതാണ് പരാതിയിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ട്രക്കിന്റെ ക്യാബിനകത്ത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നും പരാതിയിൽ പറയുന്നുണ്ട്. ഏതായാലും ഈ സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. രാജേഷ് എന്ന ബസ്സിലുണ്ടായിരുന്ന ആളെ കസ്റ്റഡിയിലും എടുത്തിട്ടുണ്ട്. രണ്ട് വാഹനങ്ങളും, ട്രക്കും ബസ്സും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്കും ഉണ്ടായി എന്നതാണ്. കാരണം നടു റോഡിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. നമുക്കറിയാം, ഈ മുട്ടം എന്ന് പറയുന്നത് ആലുവയ്ക്കും കളമശ്ശേരിക്കും ഇടയിലുള്ള സ്ഥലമാണ്. വലിയ നിലയിൽ വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ വെച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ തീർച്ചയായും 10:30 എന്ന് പറയുമ്പോൾ വലിയ നിലയിൽ ട്രാഫിക് ഉണ്ടാകുന്ന ഒരു സമയമാണ്. ദീർഘദൂര ബസ്സുകൾ ഉൾപ്പെടെ കടന്നു പോകുന്ന ഒരു സമയമാണ്. ആ സമയത്ത് അവിടെ ഇങ്ങനെ ഒരു സംഘർഷം ഉണ്ടാകുന്നു. വലിയ ഗതാഗത തടസ്സം ഉൾപ്പെടെ സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. തീർത്ഥയാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടയിലാണ് തെരുവിലൊരു തല്ലുകൂടി നടത്തിയിട്ട് അവരങ്ങനെ പോയത്.